So welcome back. We will be continuing with our discussion. So the next session of our discussion is regarding our calculation of IRR when we are having uneven cash inflows. So which means when the cash inflows of our project is not equal or if the values are uneven. So uneven cash inflows. So നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നത് when there is equal or when there is even cash inflows ഉണ്ടായിരുന്ന കേസസിലെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള, കാരണം നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ എന്താണ്, നമുക്കൊരു ഇറഗുലർ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആണ് മോസ്റ്റ് കേസസിൽ നമുക്ക് വരുന്നത്. അതാണ് നമ്മളുടെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലേ. ആ ട്രെൻഡ് പോലെ ആ ട്രെൻഡിന് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അത് നമ്മൾ മുമ്പേ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡിൽ നിന്ന് ലിറ്റിൽ മോർ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകുന്നത്. സോ വി ക്യാൻ സീ. So, if we are having an uneven cash inflow, so we need to adopt certain steps. So you can see the few procedures of calculating IRR when there is uneven cash inflows. നമുക്ക് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്ത് ചെയ്താൽ മതി, പേ ബാക്ക് പീരീഡ് ആദ്യം നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ പേ ബാക്ക് പീരീഡിൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ പ്രസന്റ് വാല്യൂ ആയി ട്രീറ്റ് ചെയ്യും. ആ വാല്യൂ നമ്മളുടെ ആനുവിറ്റി ടേബിളിൽ എവിടെയാണോ വരുന്നത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. ആ ലൊക്കേറ്റ് ചെയ്യുന്ന ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റേറ്റ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റേറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മളുടെ IRR ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് if you are having uneven cash inflows, then what you are going to do here is we will be going ahead with a trial and error method. So that is our method that we are adopting when there is uneven cash inflows. അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് അല്ല നമ്മുടെ ബിസിനസ്സിലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താണെന്ന്. അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നതാണ് എന്ത്, ട്രയൽ ആൻഡ് എറർ. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. എവിടെ വരെ ആ ഒരു ചാൻസസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിന്റെ എൻഡ് റിസൾട്ട് കിട്ടുന്നവരെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കൊറോണയുടെ മെഡിസിൻസ് നമ്മൾ അതിന്റെ ഒരു കണ്ടെത്തലിന്റെ ഒരു വക്തി നിൽക്കുകയാണ്. അപ്പം അവിടെ നടത്തുന്നത് മുഴുവൻ എന്താണ്, ട്രയൽ ആൻഡ് എറർ ആണ്. കാരണം പല ആൾക്കാരിൽ പലവട്ടം പല രീതിയിൽ പരീക്ഷിച്ച് നോക്കും. എവിടെയാണോ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതുപോലെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ ഇതെല്ലാം ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂമൻ ബോഡിയിലാവാം അല്ലെങ്കിൽ അതുപോലെയുള്ള എക്സ്പെരിമെന്റൽ ബോഡീസിലാവാം. അത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ എന്നിട്ട് ഇതെല്ലാം ട്രയൽ ആൻഡ് എറർ ആണ്. അപ്പൊ എല്ലാ മെഡിസിൻസും ഈക്വലി നമ്മളുടെ ഈ പറയുന്ന രോഗത്തിനെ പ്രതിരോധിക്കുന്നതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദ ബെസ്റ്റ് മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതേ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് when we are having uneven cash inflow. So you can look on to the steps. നമ്മൾ പെട്ടെന്ന് ഈ സ്റ്റെപ്പ് പറഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. Here the major difference is this one. Here we assume two discount rates. അപ്പൊ നമ്മൾ ഈവൻ ക്യാഷ് ഇൻഫ്ലോസിലാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡിസ്കൗണ്ട് റേറ്റിന്റെ കാര്യമേ പറയുന്നുള്ളൂ അല്ലെ. ഒരു ഡിസ്കൗണ്ട് റേറ്റ്, ആ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ there are two discount rates. നമ്മൾ ഇവിടെ രണ്ട് ഡിസ്കൗണ്ട്, നമ്മൾ അവിടെ ഒരു ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരിടത്ത് 13% കണ്ടു, അത് 14% കണ്ടു. അപ്പൊ ഇതെല്ലാം എന്താണ്, ഓരോ ഡിസ്കൗണ്ട് റേറ്റുകളാണ്. അപ്പം ഈ 13 14 ഇടയ്ക്കാണ് നമ്മളുടെ വാല്യൂ കിടക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ കൺസ്യൂം ചെയ്യുന്ന എന്താണ്, വി ഫൈൻഡ് ഔട്ട് ടു ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് find out NPV at the assumed discount rate. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഈ ഡിസ്കൗണ്ട് റേറ്റിലെ
NPV എന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ the condition is this one NPV here should be positive and the other one should be the negative one. So here one of the NPV should be positive and the another NPV will be negative. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഡിസ്കൗണ്ട് റേറ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കിയാൽ നമ്മൾ മുമ്പേ എല്ലാ ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നെഗറ്റീവ് വാല്യൂസ് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ്, യു ഷുഡ് കാൽക്കുലേറ്റ് 2 NPVs with 2 discount rates provided that one of the NPV should be positive and the second one should be negative. But when we are calculating, ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will be getting 2 NPVs which will be positive. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഞാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ലെറ്റ് അസ്യൂം എന്നാണ് പറഞ്ഞത്. നമ്മളൊരു അസംഷൻ ആണ്. അപ്പൊ നമ്മളൊരു അസംഷനിൽ നമ്മൾ 2 റേറ്റ് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിസ്കൗണ്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇത് അസംഷൻ ആണ്. അപ്പൊ നമ്മൾ ഇന്നതായിരിക്കും, ഇന്ന ഒരു റേറ്റ് ഇട്ടാൽ നെഗറ്റീവ് കിട്ടുവായിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ 2 റേറ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തു. സപ്പോസ് ഇഫ് യു ആർ ആഫ്റ്റർ കാൽക്കുലേഷൻ if your both NPVs are positive, അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടുന്ന 2 NPVയും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല, നമുക്ക് അങ്ങനെ പറ്റില്ല. അതല്ല നമ്മുടെ ക്രൈറ്റീരിയ. നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. അതാണ് നമ്മളുടെ ക്രൈറ്റീരിയ. സോ when you are calculating, if you are getting 2 positive figures, what you need to do is we should find out a higher discount rate in order to get a നെഗറ്റീവ് വാല്യൂ. അപ്പൊ അത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ 2 ഡിസ്കൗണ്ട് റേറ്റ് എടുത്തു. ഒരു ഡിസ്കൗണ്ട് റേറ്റ് 10ഉം വേറൊരു ഡിസ്കൗണ്ട് റേറ്റ് 15ഉം എടുത്തു. എന്നിട്ട് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്തപ്പം 10നും 15നും 2നും പോസിറ്റീവ് ഫിഗർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്കിടെ ക്രൈറ്റീരിയ എന്താണ്, ഒന്ന് പോസിറ്റീവ് ആയിരിക്കണം, മറ്റൊന്ന് നെഗറ്റീവ് ആയിരിക്കണം. അതാണ് നമ്മളുടെ ക്രൈറ്റീരിയ. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2ഉം പോസിറ്റീവ് കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് എന്താണ്, 2ഉം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, വി ഷുഡ് ട്രൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പൊ 15നേക്കാളും കൂടിയ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ 20 ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടാം, നെഗറ്റീവ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം, സംടൈംസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ 15ലും ചെയ്യും 20ലും ചെയ്യും. ചിലപ്പോൾ 20ലും സക്സസ് ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിലും കൂടിയ ഒരു വാല്യൂ, ചിലപ്പോൾ 22 എത്തുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ 15ഉം 20ഉം ഒക്കെ നമ്മൾ ചെയ്ത് നോക്കണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രയൽ ആൻഡ് എറർ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു റേറ്റ് പെർസെന്റേജ് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി, നമുക്ക് 2 ഡിസ്കൗണ്ട് റേറ്റ് കിട്ടാൻ വേണ്ടി. 2 ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ ഒരു NPV പോസിറ്റീവ് ആക്കണം, മറ്റൊരു NPVനെ നെഗറ്റീവ് ആക്കണം. ഇതാണ് നമ്മളുടെ ഇതിന്റെ സിസ്റ്റം. അപ്പൊ സിസ്റ്റം ആണ് ഞാൻ ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഡിസ്കൗണ്ട് റേറ്റ് വേണം, 2 NPV വേണം. പക്ഷെ NPVയിൽ ഒന്ന് പോസിറ്റീവ് ആയിരിക്കണം, മറ്റൊന്ന് നെഗറ്റീവ് ആയിരിക്കണം. അത് കണ്ടീഷനാണ്. പക്ഷെ നമ്മളൊരു ഡിസ്കൗണ്ട് റേറ്റ് എടുത്ത് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്തപ്പം 2ഉം പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വി ക്യാൻ ട്രൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ഓർഡർ ടു ഗെറ്റ് വാട്ട്, ഇൻ ഓർഡർ ടു ഗെറ്റ് എ നെഗറ്റീവ് ഫിഗർ. കാരണം 2 പോസിറ്റീവ് ആണ്, 2 പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയില്ല. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. അപ്പൊ ഒരു നെഗറ്റീവ് വാല്യൂ ഒരെണ്ണം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒരു ഹയർ വാല്യൂ ട്രൈ ചെയ്താൽ മതി. അപ്പൊ ജസ്റ്റ് ഓർത്ത് നോക്കിയാൽ മതി. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ട്രൈ ചെയ്യണം, എങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെഗറ്റീവ് കിട്ടുള്ളൂ. ബട്ട് ദർ ക്യാൻ ബി ദി അതർ സിറ്റുവേഷൻ ഓൾസോ, അല്ലെ? അതായത് നമ്മൾ ചിലപ്പം ഡിസ്കൗണ്ട് റേറ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് 2ഉം നെഗറ്റീവ് വാല്യൂവും വരാൻ സാധ്യതയുണ്ട്, അല്ലെ? നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് 2 നെഗറ്റീവ്. അപ്പൊ 2 നെഗറ്റീവ് ആകാൻ പറ്റുമോ? ഇല്ല. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. അപ്പൊ 2ഉം നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, if our both values are negative, then you can try a lower discount rate in order to get one of them as positive.
അപ്പൊ നോക്കിയേ, നമ്മൾ 2 ട്രൈ ചെയ്തപ്പം 10 15 ട്രൈ ചെയ്തപ്പോൾ നമുക്ക് 2 നെഗറ്റീവ് കിട്ടി. അങ്ങനെയെങ്കിൽ ഒരെണ്ണത്തെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? വി ക്യാൻ ട്രൈ എ ലോവർ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ 7%, 6% ഒക്കെ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരെണ്ണം നമ്മുടെ എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് അത് പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ, NPV നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം മൈനസ് എന്നാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ അതിനേക്കാളും കുറഞ്ഞ ഒരു റേറ്റ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഒരെണ്ണം എന്തായിട്ട് കിട്ടും? പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടീഷൻ മനസ്സിലായോ? ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ IRR അൺഈവൻ ക്യാഷ് ഫ്ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ 2 ഡിസ്കൗണ്ട് റേറ്റ് അസ്യൂം ചെയ്യണം. എന്നിട്ട് ഈ അസംഷനിൽ നിന്നുകൊണ്ട് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യണം. ആ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല, അല്ലെ? അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താണ്? ഒന്നെങ്കിൽ പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ട് കിട്ടാം. അങ്ങനെയാണ് സ്വസ്ഥം, ഒരു പ്രശ്നമില്ല. പക്ഷെ 2 പോസിറ്റീവ് ആയാൽ നമുക്ക് പ്രശ്നമായി. 2 പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു റേറ്റ് ട്രൈ ചെയ്ത് അതിനെ നമ്മൾ എന്താക്കിയിരിക്കണം? ഒരെണ്ണത്തെ നെഗറ്റീവ് ആക്കിക്കോണം. ഇനി ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുമ്പം രണ്ടും ചിലപ്പോൾ NPVസും നെഗറ്റീവ് ആയിട്ട് വരും. 2 NPV നെഗറ്റീവ് ആയിട്ട് വന്നാലും നമുക്ക് പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്തോണം? ഒരെണ്ണത്തെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ ശ്രമിക്കണം. അതെങ്ങനെയാ പോസിറ്റീവ് ആക്കുന്നത്? അതിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് ഫിഗർ കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ കിട്ടിയാൽ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമായിട്ടുള്ള ഒരു റേഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? IRRന്റെ പുതിയ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സോ IRR ഈസ് ഈക്വൽ ടു ലോവർ ഡിസ്കൗണ്ട് റേറ്റ് പ്ലസ് NPV അറ്റ് ദി ലോവർ റേറ്റ്. കാരണം നമ്മളിവിടെ എന്താ നോക്കുന്നത്? NPV ആണ്. നോക്കിയോണേ, NPV ആണ്, ആനുവിറ്റി അല്ല. മറ്റേ കേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ആനുവിറ്റി നോക്കിയത്. കാരണം എന്താ? അവിടെ ഇൻഫ്ലോസ് സെയിം ആണ്, സിമിലർ ആണ്, അല്ലെങ്കിൽ യൂണിഫോം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആനുവിറ്റി ടേബിൾ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ആനുവിറ്റി ടേബിൾ അല്ല, പകരം ഏത് ടേബിളാണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് വാല്യൂ ടേബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ NPV അറ്റ് ദി ലോവർ റേറ്റ് divided by NPV at the lower rate minus NPV at the higher rate into D. D means difference between higher rate minus lower rate. അപ്പം ഇത് ഹയർ റേറ്റും ലോവർ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്നത് എന്തെന്ന് പറയുന്നത്? D എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് നോക്കിയിട്ട് നമ്മുടെ കഴിഞ്ഞ ഫോർമുല ആയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാവോ. എന്താണ് ഇതിന്റെ മെയിൻ മാറ്റം? നമ്മൾ കഴിഞ്ഞ ഫോർമുലയിലെല്ലാം കണ്ടത് ആനുവിറ്റി ടേബിൾ ആണ്, ഇവിടെ പ്രസന്റ് വാല്യൂ ടേബിൾ ആണ് എടുക്കുന്നത്. അതൊരു മാറ്റം. രണ്ടാമത് നമ്മൾ ഈ ന്യൂമറേറ്ററിൽ ഒരേ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഏതാണ്? ഈ ലോവർ റേറ്റിന്റെ കൂടെ നമ്മൾ പേ ബാക്ക് വാല്യൂ എവിടെ ഡിഡക്ട് ചെയ്യുന്നുണ്ട്? നമ്മൾ മറ്റേ മെത്തേഡിൽ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല? പേ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ബാക്കി നമ്മളുടെ എല്ലാ ഫോർമുലയുടെ ബാക്കി എലമെന്റ്സ് വേരിയബിൾസ് എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പൊ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് പ്ലസ് NPV at the lower rate divided by NPV at lower rate minus NPV at a higher rate into D. D means difference, that is higher rate minus lower rate. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ അക്യുറേറ്റ് ആയിട്ടുള്ള IRR വാല്യൂ നമുക്ക് കിട്ടും. ഇനി ചില കേസിൽ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള റെയർ ചാൻസ് ആണ്. if there is no discount rate given in the question, you can adopt the method where we are having even cash inflows. അതായത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് ഒന്നും ക്വസ്റ്റിന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതായത് ഈവൻ ക്യാഷ് ഇൻഫ്ലോസ്, ആ മെത്തേഡിൽ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് IRR കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് എക്സാംസിനൊന്നും അങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ല. നമുക്ക് ഇത് ചോദിച്ചാൽ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ക്ലിയർ ആണല്ലോ? മെത്തേഡ് മനസ്സിലായല്ലോ? നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ഡിഫറെന്റ് ക്യാഷ് ഇൻഫ്ലോസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു 2 ഡിസ്കൗണ്ട് റേറ്റുകൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. 2 ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് NPV കാൽക്കുലേറ്റ് ചെയ്യണം. ഈ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ എല്ലാ കേസിലും അത് കിട്ടുമെന്ന് നിർബന്ധമില്ലെന്നുള്ളതാണ് ബാക്കിയുള്ള പോയിന്റ് നമ്മളോട് പറയുന്നത്. അതായത് 2 പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഹയർ റേറ്റും 2 നെഗറ്റീവ് ആണെങ്കിൽ ഒരു ലോവർ റേറ്റും അഡോപ്റ്റ് ചെയ്ത് ഒന്നിനെ പോസിറ്റീവും ഒന്നിനെ നെഗറ്റീവും ആക്കാനായിട്ട് നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ഫോർമുല അപ്ലൈ ചെയ്യുന്നു? IRRന്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? മെത്തേഡ് മനസ്സിലാക്കിയിരുന്നത് സിമ്പിൾ ആണ്. നമുക്ക് ഇനി അതിന്റെ പ്രോബ്ലംസ് നമുക്കൊന്ന് കാണാം. സോ യു കോൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
So the question is calculate NPV and IRR. കാരണം ഇത് രണ്ട് റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ NPV കണ്ടുപിടിക്കണം. NPV ആണ് എന്താവുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആക്കി എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് IRR നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ദർ ഈസ് ഓൺലി വൺ പ്രൊജക്ട് ഹിയർ. പ്രൊജക്ട് എ നമുക്ക് 5 വർഷം തന്നിട്ടുണ്ട്, 1 to 5 years. പ്രൊജക്ട് എയുടെ ഫസ്റ്റ് ഇയറിലെ ഇൻഫ്ലോ 8,500, സെക്കൻഡ് ഇയറിലെ 20,000, തേർഡ് ഇയറിലെ 24,000, ഫോർത്ത് ഇയറിലെ 22,200 and fifth yearle 7,000 and the initial investment of the project is 50,000. So നമുക്കറിയാം NPV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ടല്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ആണ് എന്ത് NPV. അപ്പൊ നമുക്ക് ഇവിടെ ഏത് വാല്യൂ തന്നിട്ടുണ്ടാവണം? നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവണം, കാരണം അത് നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ രണ്ട് റേറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സാമിനെ പ്രതീക്ഷിക്കാവുന്നത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആനുവിറ്റി ടേബിളും പ്രസന്റ് വാല്യൂ ടേബിളും ഒക്കെ എക്സാമിന് തരണം. പക്ഷെ അത് അത്ര പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതുപോലത്തെ ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് IRR എന്ന് വന്നാൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. 10%ലും 20%ലും തന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്കൗണ്ട് റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അസ്യൂം 2 ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് NPV at the 2 discount rates, and you should make sure that one of your NPV should be positive and the other NPV should be negative. അപ്പൊ നമുക്ക് അറിയത്തില്ല 10ഉം 20ഉം ചെയ്യുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമോ നമുക്ക് ഉറപ്പൊന്നുമില്ല. അതായാൽ കൊള്ളാം, ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ഉപയോഗിച്ച് അതിനെ നമ്മൾ എന്താക്കിക്കോണം? ഒന്നെങ്കിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആക്കിക്കോണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. 0 ഇയറിൽ 2നും 1 ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ 0.909 ഒക്കെ എഴുതിയത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രസന്റ് വാല്യൂ ഫാക്ടറിൽ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ വാല്യൂ 10%ലെ 909 അല്ലേ? ഇതിനെ 2 ഡിജിറ്റ് ആക്കി മാറ്റിയേ ഉള്ളൂ. 909 എന്ന് പറയുമ്പോൾ ഇത് മോർ ദാൻ 5 ആയതുകൊണ്ട് 91 എന്ന് എഴുതിയിട്ടുള്ളൂ. അതുപോലെ രണ്ടാമത്തേത് 826 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓർക്കുന്നുണ്ടല്ലോ. കുറെ എണ്ണം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കുറെയൊക്കെ ബൈഹാർട്ടായി കാണുമല്ലോ. 826 ആണ് രണ്ടാമത്തേത്. 826 എന്ന് പറയുന്നത് 65നേക്കാളും കൂടുതലാണ്, അതുകൊണ്ടാണ് 83 എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ 2 ഡിജിറ്റിലേക്ക് എല്ലാത്തിനെയും മാറ്റിയിരിക്കുന്നതാണ്. തേർഡ് ഇയറിൽ 0.75 ആണ്. പിന്നെ 0.68, 0.62. അതുപോലെ തന്നെ 20%ന്റെ ഫാക്ടേഴ്സ് നോക്കിയേ. 0.83, 0.69, 0.58, 0.48 ആൻഡ് 0.41. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? നമ്മളുടെ പ്രസന്റ് വാല്യൂ ടേബിളിൽ നിന്നുള്ള നമ്മുടെ വാല്യൂസ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. ഇത് നമ്മൾ നേരെ ആ വാല്യൂസ് എടുത്ത് എഴുതുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് സാധാരണ നമ്മൾ ഒരുപാട് ഭാഷ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇയർ കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതും? പ്രസന്റ് വാല്യൂ ഫാക്ടർ അങ്ങ് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നമുക്ക് കിട്ടും. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ പോലെ NPV കണ്ടുപിടിക്കാൻ. അങ്ങനെയാണ് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് 2%ലും കണ്ടുപിടിക്കണം, 10%ലും കണ്ടുപിടിക്കണം, 20%ലും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒരു ടേബിളിൽ ഇതെല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ യു ക്യാൻ ഡ്രോ ദി ടേബിൾ. ടേബിൾ ഇങ്ങനെയായിരിക്കും നമുക്ക് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഈ ടേബിളില് എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം ഇയർ കോളം, സെക്കൻഡ് ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ ഒരു പ്രൊജക്റ്റേ ഉള്ളൂ, പ്രൊജക്ട് എ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒറ്റ സിംഗിൾ പ്രൊജക്ട് ആണ്. അതിന്റെ ഇൻഫ്ലോസ് ആണ് 8,500, 20,000, 24,000, 22,000 ആൻഡ് 7,000. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് 10%. സിമിലർലി പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് 20%. അപ്പൊ 2%ൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്കുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ കോളം എങ്ങനെ കണ്ടുപിടിക്കും? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. സിമിലർലി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ സെക്കൻഡിൽ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്? അതായത് നമ്മളുടെ ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ PV ഓഫ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ ഇതിന്റെ വാല്യൂസ്. അപ്പം 8,500 into 0.91 നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 7,730. Similarly, 20,000 into 0.83 gives us 16,600. ചെയ്ത് നോക്കണേ, 16,600. Similarly,
24,000 into 0.75 gives us 18,000. ചെയ്ത് നോക്കിക്കോളൂ. And 22,000 into 0.68, 14,960. Similarly, 7,000 into 0.62, 4,340. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് NPV ചെയ്യുന്ന സമയങ്ങളിൽ. അതായത് വെറുതെ ഈ പറഞ്ഞ ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഡിക്രീസ് ചെയ്യുവാണ്. ഈ ഡിക്രീസ് ചെയ്യുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 1 rupee വാല്യൂ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻസും കണ്ടീഷൻസും മാർക്കറ്റ് ഫോഴ്സസും ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് 1 rupee ഗോസ് ഓൺ ഡിക്രീസിങ്. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ടൈം വാല്യൂ ഓഫ് മണി. അങ്ങനെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. അതായത് 8,500 rupees ഇന്ന് മുടക്കിയാൽ ഒരു വർഷം കഴിഞ്ഞാൽ അതിന് എന്തിന്റെ മൂല്യമേ ഉള്ളൂ? 7,735 മൂല്യമേ ഉള്ളൂ. 20,000 rupees ഇൻഫ്ലോ ഇന്ന് കിട്ടിയാൽ 2 വർഷം കഴിയുമ്പോൾ എന്തിന്റെ മൂല്യമേ ഉള്ളൂ? 16,600 ഒരു മൂല്യം നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് ഈ ടേബിൾ നമ്മളോട് പറയുന്നത്. സിമിലർലി യു ഷുഡ് കാൽക്കുലേറ്റ് ഫോർ 20%. അപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് ഇയറിലെ ഇൻഫ്ലോ വെച്ചിട്ട് 20% എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഡിസ്കൗണ്ടഡ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 8,500 into 0.83. അപ്പൊ അല്ലെ 8,500 into 0.83 gives you 7,055. 20,000 multiplied by 0.69 gives you 13,800. Next one, 24,000 multiplied by 0.58 gives us 13,920. Next one, 22,000 multiplied by 0.48 gives us the value 10,560. And last one, 7,000 into 0.41 gives us the value 2,870. അപ്പൊ എല്ലാം പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ NPV എങ്ങനെയാണ് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിന്റെ ടോട്ടൽസ് എടുക്കുന്നു. അപ്പൊ ഈ ടോട്ടലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, അല്ലെ? അതിനാണ് നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. സോ യു ആഡ് അപ്പ് all the inflow values from year 1 to year 5. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 61,635. Similarly, for 20% also, you add all the values, you will get 48,205. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഫ്ലോയുടെ ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? We are deducting less our initial investment. നമ്മൾ പറഞ്ഞു പ്രൊജക്ടിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 50,000 ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So you are deducting 50,000. So you will get the NPV value for the first percentage. അതായത് 10%ലെ NPV എന്ന് പറയുന്നത് 11,635 ആണ്. അതുപോലെ തന്നെ 20%ലെ NPV എന്ന് പറയുന്നത് എത്രയാണ്? 1,795. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നോക്കിയേ, ഇൻഫ്ലോ 48 ഉള്ളൂ, പക്ഷേ ഔട്ട്ഫ്ലോ 50,000 ആണ്. സോ യു വിൽ ഹാവ് എ നെഗറ്റീവ് ഫിഗർ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? കാരണം ഇവിടെ നമ്മളുടെ ഒരു NPV എന്ന് പറഞ്ഞാൽ ഏത് NPV ആ? 10%ലെ NPV പോസിറ്റീവും നമ്മുടെ രണ്ടാമത്തെ NPV എന്താണ്? നമ്മുടെ രണ്ടാമത്തെ NPV നെഗറ്റീവും ആണ്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ നമുക്ക് എന്തായിട്ടുണ്ട്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? IRRന്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇത് 10 20 രണ്ട് വാല്യൂസ് കിട്ടി. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ 10നും ഈ 20ക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും ഇതിന്റെ IRR എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ 20ക്കും 10നും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു റേറ്റ് പെർസെന്റേജ് ആയിരിക്കും നമ്മളുടെ IRR എന്ന് പറയുന്നത്. So you can apply the formula. You write the formula. The formula is IRR is equal to lower rate plus NPV of the lower rate divided by NPV at the lower rate minus NPV of the higher rate into D. നമുക്ക് ഇനി അത് അപ്ലൈ ചെയ്ത് നോക്കിയേ. നമ്മൾ നോക്കുകയാണ്, നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഇതാണ്. ഒരു NPV 10%ലാണ്, അടുത്ത NPV 20%ലാണ്. അപ്പൊ ഈ 10നും 20യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 10 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോവർ റേറ്റ് 10 എന്ന് പറഞ്ഞ് എഴുതുന്നു.
ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മളോട് പറഞ്ഞേക്കുന്ന ഇതാണ് NPV അറ്റ് ദി ലോവർ റേറ്റ്. അപ്പൊ ലോവർ റേറ്റിലെ NPV. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ടേബിളിൽ പോവാം. നമ്മുടെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് 10%. അതിലെ NPV നോക്കിയേ, അതിന്റെ NPV എത്രയാ? 11,635. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? 11,635. ഇനി ഡിവൈഡഡ് ബൈ NPV അറ്റ് ദി ലോവർ റേറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് എത്രയാണ്? 11,635. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് മൈനസ്. നോക്കിക്കോളൂ, ഫോർമുല പറയുന്നത് മൈനസ് NPV അറ്റ് ദി ഹയർ റേറ്റ്. ഹയർ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ 20% അല്ലേ നമ്മുടെ ഹയർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ NPV എത്രയാണ്? -1. അലീന സർ, ഫോർത്ത് ഇയറിന്റെ 10,656 അല്ലേ 20% ചെയ്യുമ്പോൾ? 0.48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാണോ? അതെ, 10,656. 10,656. അത് 22,200 നോക്കിക്കോ കേട്ടോ. എന്നാൽ ഇതിന്റെ അകത്ത് വാല്യൂവിന് വലിയ ചേഞ്ച് വരാൻ എന്തോ ഫോർത്ത് ഇയറിന്റെ 22,200 അല്ലേ? 22,200 into 0.48. അപ്പൊ സാർ ക്യാഷ് ഫ്ലോന്റെ അവിടെ 22,000 എഴുതിയേക്കുന്നത് അതായിരിക്കും. എവിടെയാ സാർ ക്യാഷ് ഫ്ലോ ഫോർത്ത് ഇയറിന്റെ 22,000 സാർ എഴുതിയേക്കുന്നത്. എത്രയാ അത് ആക്ച്വലി വാല്യൂ? 22,200 അല്ലേ? ഓക്കെ, 22,200 കേട്ടോ. ഓക്കെ, 22,200 ആണ്. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. 22,200. ഓക്കെ, സോ ദിസ് ഈസ് 22,200 കേട്ടോ. അപ്പൊ 22,200 into 0.48 10,560 ആണോ? അല്ല, 10,656. 10,656. എന്നാലും നമ്മുടെ ആ ക്വസ്റ്റ്യനിലെ എറർ ആയിരിക്കും കേട്ടോ. അത് 20,000 ആയിട്ട് ക്വസ്റ്റ്യനിൽ എടുത്താൽ മതി കേട്ടോ. അതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങളുടെ ഒരു ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ആൻസർ ഇതാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് 20,000 എടുത്താൽ മതി എന്നാൽ കേട്ടോ. ബാക്കി എല്ലായിടത്തും 20,000 വെച്ചല്ലേ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നേ. $20,000 into 0.68 14,960 ആണോ? അതെ, 22,000 into 0.48 അല്ലേ? 0.48 സെക്കൻഡ് 20% ഞാൻ ചോദിക്കുന്നത് ഈ 0.68 വാല്യൂ 14,960 ആണോ? അതെ സാർ. ഓക്കെ, അപ്പൊ 20,000 എന്ന് പറഞ്ഞ വാല്യൂ എടുത്താൽ മതി കേട്ടോ. 22,200 എന്ന് പറയുന്ന വാല്യൂ എടുക്കണ്ട. 22,000 എന്ന് പറഞ്ഞ വാല്യൂ എടുത്താൽ മതി. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യനിലെ ആ 22,200 എന്നുള്ളത് 22,000 ആക്കുക കേട്ടോ അലീന. ഓക്കെ സർ. Okay. So look, you can see the NPV at the higher rate. അപ്പൊ NPV at the higher rate എന്ന് പറയുന്നത് 20% NPV ആണ്. അത് -1795 ആണ്. So you can see it is -1795 and it is multiplied with D. D means difference. Difference means higher rate minus the lower rate. അപ്പൊ higher rate എന്ന് പറയുന്നതാണ് 20 ഉം ലോവർ റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യും. ആദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് അതാണ് 20 - 10 എന്ന് പറയുന്നത് 10. അതിനുശേഷം നമ്മൾ ഡിവിഷൻ നമ്മൾ ചെയ്യണം. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ചെയ്യുന്നത് 11,635 ഡിവൈഡഡ് ബൈ 11,635. പിന്നെ 2 മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പം 11,635 പ്ലസ് 1,795. അപ്പൊ നമ്മൾ അത് ടോട്ടൽ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്
0.86634. അപ്പോൾ നമുക്ക് കിട്ടും 10 plus 0.86634 into 10 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ എന്താവും 10 plus 8.66. നമുക്ക് അവസാനം വരുമ്പോഴത്തേക്കും 2 digit നമ്പർ മതി, 0.86. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 plus 8 is 18.66%. നോക്കി, ഇതിനിടയ്ക്ക് കിടക്കുന്ന ഒരു നമ്പർ കിട്ടിയില്ല നമുക്ക്. അപ്പം അതിനിടയ്ക്കായിരിക്കും ആ IRRന്റെ റേഞ്ച് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ വാല്യൂസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു അൺഈവൻ ക്യാഷ് ഫ്ലോസ് ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ വാല്യൂസ് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രയൽ ആൻഡ് എറർ ഇല്ല, അല്ലാതെ തന്നെ ഇതിന്റെ വാല്യൂസ് കിട്ടി. IRR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഞാൻ പെട്ടെന്ന് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. കാരണം അവിടെ എങ്ങനെയാണ് ഒരു ട്രയൽ ആൻഡ് എററിലൂടെ നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചേക്കാം. മോസ്റ്റ് പ്രോബബ്ലി എക്സാമിന് അത് വരാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഒരുപാട് ട്രയൽസ് എടുക്കുമ്പോഴത്തേക്കും തന്നെ സമയം മിക്കവാറും തീർന്നു പോകും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പോസിബിൾ അല്ല, വരാൻ സാധ്യത കുറവാണ്. എങ്കിലും ഞാനൊരു ചോദ്യം അതുമായിട്ട് റിലേറ്റ് ചെയ്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ. From the following data calculate NPV, profitability index and IRR. Okay, NPV, profitability index and IRR. ഇത് മൂന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 0 ഇയറിൽ പ്രൊജക്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 12,000 27,000. ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ മൈനസ് വാല്യൂ തന്നിരിക്കുന്നതിന് അർത്ഥം എന്താണ്? ഇവിടെ നമുക്ക് രണ്ടിനും പ്രൊജക്ട് എയ്ക്കും പ്രൊജക്ട് ബിക്കും മൈനസ് വാല്യൂ തന്നിട്ടുണ്ട്. അതിനർത്ഥം അത് മൈനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നല്ല, അത് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് മാത്രം എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു? മൈനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇനി ബാക്കി 1, 2, 3 3 വർഷമാണുള്ളത്. നമുക്ക് ഇൻഫ്ലോ എന്ന് പറയുന്നത് 4,000, 4,000, 6,000. സിമിലർലി ഫോർ പ്രൊജക്ട് ബി 10,000, 15,000 and 15,000. And it is assumed that the cost of capital is 10%. So cost of capital പറഞ്ഞാലും അതിനർത്ഥം എന്താണ്? That is known as the discounted factor. Discounted factor 10% ആണ്. Which project will you choose on the basis of each of the criteria? അപ്പം NPV-യിൽ ഏത് പ്രൊജക്ട് ചൂസ് ചെയ്യും? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ ഏത് ചൂസ് ചെയ്യും? IRR-ൽ ഏത് ചൂസ് ചെയ്യും? അപ്പോൾ ഓരോ കേസിലും നമ്മൾ ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് പ്രൊജക്ട് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വി വിൽ ഗോ അഹെഡ് വിത്ത് ദി NPV കാൽക്കുലേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് NPV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇയേഴ്സ് വാല്യൂസ് ഇയേഴ്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ പ്രസന്റ് വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ടഡ് ഫാക്ടർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രസന്റ് വാല്യൂ ടേബിളിൽ 10%ന്റെ ഫസ്റ്റ് ഇയർ വാല്യൂ എടുക്കുക. അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.909. 10%ന്റെ സെക്കൻഡ് ഇയർ വാല്യൂ ആണ് 0.826 ആൻഡ് തേർഡ് ഇയറിലാണ് 0.751. ഇത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന് ഫോർമുല ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? 1 divided by 1 plus r the whole raised to n എന്ന് പറഞ്ഞ ഫോർമുല ചെയ്യുമ്പോഴാണ് ഈ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് പ്രൊജക്ട് ഉണ്ട്, പ്രൊജക്ട് എയും പ്രൊജക്ട് ബിയും. പ്രൊജക്ട് എയുടെയും പ്രൊജക്ട് ബിയുടെയും ഇൻഫ്ലോസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പൊ എഴുതുന്നത്. ഇൻഫ്ലോ ഓഫ് എ ഈസ് 4,000, 4,000 and 6,000 and inflow of B 10,000, 15,000 and 15,000. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ ഈ പറയുന്ന പ്രസന്റ് വാല്യൂ കൊണ്ട് നമ്മുടെ ഇൻഫ്ലോസിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് വാല്യൂസ് കിട്ടും. സോ യു ക്യാൻ സീ ദ വാല്യൂസ്. സോ 4,000 into 0.909 will give you 3,636. ഞാനിത് വാല്യൂസ് നമ്മളുടെ ഫുള്ളി ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ വാല്യൂസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിക്കോണം. And 4,000 into 0.826 will give us 3,304. And 0.75 into 6,000 gives us 4,506. ഇതുപോലെ തന്നെയാണ് ബിയുടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10,000 into 0.909 ആണ് 9,090. And 15,000 into 0.826 ആണ് 12,390.
Similarly, 15,000 into 0.751 ആണ് 11,265. വാല്യൂസ് ഒക്കെ കറക്റ്റ് ആണോ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോ? വാല്യൂസ് കറക്റ്റ് ആണോ? അതെ സർ. Okay, so these are the inflows, present value of our inflows for project A and B. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഇൻഫ്ലോസ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് എയുടെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ബിയുടെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. So you are adding this total of your cash inflows. So when you add these values, you will get 11,446, and for B you are getting 32,745. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലെസ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതിനുവേണ്ടിയാണ് നമുക്ക് അവിടെ ക്വസ്റ്റനിൽ മൈനസ് എന്ന് തന്നിരുന്നത് കേട്ടോ. അപ്പോൾ മൈനസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് ഔട്ട്ഫ്ലോ. അപ്പോൾ നമ്മൾ ഇത് ഡിഡക്ട് ചെയ്യുവാണ്. 12,000 20,000 നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് NPV ആയിട്ട് കിട്ടുന്നത് എന്താണ്? 554 നെഗറ്റീവും, അതുപോലെ തന്നെ ബിയുടേത് 5,745. അപ്പൊ നമുക്ക് ഇവിടെ IRR അല്ല നമ്മൾ നോക്കുന്നത് കേട്ടോ, NPV ആണ്. അപ്പൊ നമ്മുടെ NPV രണ്ട് പ്രൊജക്ട് ഉണ്ട്. അപ്പൊ നമ്മൾ NPV മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റിലെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ എടുക്കുന്നത്? ദ പ്രൊജക്ട് വിച്ച് ഈസ് ഹാവിംഗ് ദി ഹയസ്റ്റ് NPV വിൽ ബി സെലക്ടഡ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതലുള്ള NPV ആർക്കാണ്? പ്രൊജക്ട് ബിക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊജക്ട് ബിനെ സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് മെത്തേഡ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഈ മെത്തേഡിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലേക്ക് പോകുമ്പം എന്ത് ചേഞ്ച് മാത്രമേ ഉള്ളൂ? നമുക്ക് ഈ വാല്യൂസ് ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ലെസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? ദി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ മതി? ഇതേ ടേബിൾ തന്നെ മതി. വേറെ കാൽക്കുലേഷൻ ഒന്നും പോകണ്ട. നേരിട്ട് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമുക്ക് എവിടം വരെ മതി എന്നാ ഞാൻ പറഞ്ഞേ? ഈ വാല്യൂ വരെ മതി. ഇവിടെ ലെസ് ഒന്നും ചെയ്യണ്ട. നമുക്ക് ഈ ഇൻഫ്ലോസിന്റെ ടോട്ടലും ഈ ഔട്ട്ഫ്ലോയുടെ ടോട്ടലും മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അപ്പൊ നമ്മളുടെ പ്രൊജക്ട് എയുടെ ആദ്യം എടുക്കുക. അപ്പൊ പ്രൊജക്ട് എയുടെ ഇൻഫ്ലോ എത്രയാണ്? 11,446 ഡിവൈഡഡ് ബൈ അതിന്റെ ഔട്ട്ഫ്ലോയോ 12,000. അപ്പൊ 11,446 ഡിവൈഡഡ് ബൈ 12,000 gives us 0.95. And for B, the outflow is 27,000 and inflow is 32,745. അപ്പൊ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 1.21. അപ്പൊ ഇത് നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വാട്ട് വിൽ ബി ദി ഏർണിംഗ്സ് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ 1 rupee. അപ്പൊ 1 രൂപയ്ക്ക് നമുക്ക് എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്നുണ്ടെന്നാണ് ഇതിന്റെ അത് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ 0.95 കിട്ടുന്നുള്ളൂ. രണ്ടാമത്തേലോ 1.21 ഉണ്ട്. അപ്പൊ ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ആണെങ്കിൽ ഏത് പ്രൊജക്ട് ആണോ ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഏത് പ്രൊജക്റ്റിനാണുള്ളത്? പ്രൊജക്ട് ബിക്കാണ് ഇവിടെ ഹയസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു? പ്രൊജക്ട് ബി സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് ഏതാണ്? മൂന്നാമത്തെ മെത്തേഡ് ആണ്. ദാറ്റ് ഈസ് അവർ IRR. ഇവിടെ IRR ചെയ്യുമ്പം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പം ഇവിടെ ഒരു നെഗറ്റീവും ഇവിടെ ഒരു പോസിറ്റീവും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തല്ലോ. അതല്ല നമ്മൾ നോക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രൊജക്ടിന്റെ ഈ എയുടെ പ്രൊജക്ടിന് IRR കാണണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊജക്ട് ബിക്കും എന്ത് കാണണം? IRR കാണണം. അപ്പൊ നമ്മൾ രണ്ട് പ്രൊജക്ടിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, എല്ലാം പണിയും തീർന്നു എന്നുള്ളതല്ല നമ്മുടെ കാൽക്കുലേഷൻ. നമ്മുടെ പ്രൊജക്ട് എയുടെ IRRഉം പ്രൊജക്ട് ബിയുടെ IRRഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കൂ, നമ്മൾ പ്രൊജക്ട് എയുടേത് മാത്രമായിട്ട് എടുക്കാൻ പോവാണ്. പ്രൊജക്ട് എക്ക് ഇപ്പോൾ ഉള്ളത് ഒരു നെഗറ്റീവ് ആണ്. ഇനി നമുക്കൊരു പോസിറ്റീവ് കിട്ടണം. അതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. അപ്പം ഈ എക്ക് അല്ലെങ്കിൽ എ പ്രൊജക്റ്റിന് ഈ നെഗറ്റീവ് കിട്ടിയത് ഏത് റേറ്റ് ഉപയോഗിച്ചപ്പോഴാണ്?
10% ഉപയോഗിച്ചപ്പോഴാണ്. ഇനി നമ്മളോടുള്ള ചോദ്യം ഈ 10നേക്കാളും കൂടിപ്പോണോ അല്ലെങ്കിൽ 10നേക്കാളും കുറച്ച് മതിയോ ഒരു പോസിറ്റീവ് ഫിഗർ കിട്ടാൻ? അപ്പൊ നോക്കിയാൽ നമ്മുടെ അസംപ്ഷൻ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നെഗറ്റീവ് വാല്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഫിഗർ ഇനി കിട്ടണമെങ്കിൽ നമ്മൾ അത് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. സോ ഇൻ ഓർഡർ ടു ഏൺ എ പോസിറ്റീവ് വാല്യൂ, നമ്മൾ എപ്പോഴും മുമ്പേ പറഞ്ഞാണ് ഒരു പോസിറ്റീവ് ഫിഗർ കിട്ടാൻ എപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? വി ഷുഡ് ട്രൈ എ ലോവർ റേറ്റ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞാണ് നമ്മൾ രണ്ടും മൈനസ് ആണെന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു. നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒരു മൈനസ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഫിഗർ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും മൈനസ് ചെയ്യുകയാണ്. നമ്മൾ ആ കാര്യം സ്വീകരിക്കാത്തത് പറഞ്ഞതുമാണ്. സോ യു ക്യാൻ സീ ദിസ് വൺ ഹൗ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമ്മുടെ 10% മൈനസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കേസിൽ എന്ത് കിട്ടണം? ഒരു പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 10നേക്കാളും നോക്കിക്കോളൂ, ഈ 10നേക്കാളും കുറഞ്ഞ ഒരു റേറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് ഏത് റേറ്റ് ആണെന്ന് അറിയത്തില്ല. അപ്പൊ നോക്കിക്കോളൂ, നോക്കിയേ ഇവിടെ 10% കാണുന്നുണ്ടല്ലോ അല്ലെ? 10% നമുക്ക് കിട്ടുന്നത് 554 എന്നുള്ള ഫിഗറാണ്. അപ്പൊ 9% ഇട്ടാൽ പോസിറ്റീവ് ഫിഗർ ആകുമോ? ഇല്ല. കാരണം ഓരോ റേറ്റിലും അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ചേഞ്ച് അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം 8% ഇട്ടൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രസന്റ് വാല്യൂ ടേബിളിൽ 8% നോക്കണം. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ പ്രസന്റ് വാല്യൂ ടേബിളിൽ 8% എടുക്കുക. അതിന്റെ ഫസ്റ്റ് ഇയർ വാല്യൂ നോക്കുക. അതിന്റെ ഫസ്റ്റ് ഇയർ വാല്യൂ നോക്കുമ്പോൾ 0.926 ആയിരിക്കും. സെക്കൻഡ് ഇയർ വാല്യൂ 0.857 ആയിരിക്കും. ആൻഡ് അതിന്റെ തേർഡ് ഇയർ വാല്യൂ 0.794 ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ നമ്മളുടെ ഇൻഫ്ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 0.926 ഇൻറ്റു 4000 ആണ് 3704. 0.857 ഇൻറ്റു 4000 ആണ് 3428. 0.794 ഇൻറ്റു 6000 ആണ് 4764. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന്റെ ടോട്ടൽ എടുക്കുന്നു. നമ്മൾ ടോട്ടൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 11,896 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ നമ്മൾ ചെയ്തപ്പം നമുക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, 10% നെഗറ്റീവ് ഫിഗർ ആണ്. നമ്മൾ ഒരു ട്രയൽ ചെയ്ത് നോക്കി 8% അതിലും നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി വീണ്ടും പുറകോട്ട് പോകണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇപ്പൊ 104 വരെ ആയി. നമ്മളിപ്പം ഈ നെഗറ്റീവ് 104 പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 0 വരെ വരണ്ടേ? എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പോസിറ്റീവ് ഫിഗർ ആയി മാറുള്ളൂ. അപ്പം ഈ 104 ആയതുകൊണ്ട് ചിലപ്പോൾ അടുത്തത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ചിലപ്പോൾ പോസിറ്റീവ് ഫിഗർ കിട്ടും. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ 7% ട്രൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നമ്മുടെ പ്രസന്റ് വാല്യൂ ടേബിളിൽ 7% എന്ന് പറഞ്ഞത് എടുക്കുക. അതിന്റെ അകത്ത് ഫസ്റ്റ് ഇയറിലെ വാല്യൂ നോക്കുക. ദാറ്റ് ഈസ് 0.935 ആയിരിക്കും. സെക്കൻഡ് ഇയറിലേത് 0.873 ആയിരിക്കും. തേർഡ് ഇയറിലെ 0.816 ആയിരിക്കും. സിമിലർലി നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ എല്ലാം ചെയ്യുക. 0.935നെ 4000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3740 കിട്ടും. 0.873നെ 4000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3492 കിട്ടും. 0.816നെ 6000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4896 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഇൻഫ്ലോ കോളംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ നൗ വെൻ യു ആഡ് ഇറ്റ് യു വിൽ ഗെറ്റ് 12,128. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് ഫിഗർ കിട്ടി. അപ്പം ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പോസിറ്റീവ് കിട്ടിയത് ഏത് പെർസെന്റേജിലാ? 7ല്. നമുക്ക് നെഗറ്റീവ് കിട്ടിയത് എവിടെയാ? 10%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ IRR ഏതിനിടയ്ക്കുണ്ടാവും? 7നും 10നും ഇടയ്ക്കുണ്ടാകും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. സോ ദ ഫോർമുല ഈസ് ലോവർ റേറ്റ് plus NPV of the lower rate divided by NPV of the lower rate minus NPV at the higher rate into D. അപ്പോൾ നമ്മൾ പറഞ്ഞു 7നും 10നും ഇടയ്ക്കായിരിക്കും ഈ പറയുന്ന IRR ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും അല്ലെ? ലോവർ റേറ്റ് 7 ആണ്. ഇനി എന്താണ് ഈ ലോവർ റേറ്റിൽ നമുക്ക് കിട്ടിയ NPV എത്രയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ 7% നമുക്ക് കിട്ടിയ NPV 128 ആണ്. നോക്കിക്കോളൂ, നമ്മൾ എന്ത് എഴുതുന്നു? 128 ഡിവൈഡഡ് ബൈ NPV അറ്റ് ദ ലോവർ റേറ്റ് എത്രയാ? 128 തന്നെ മൈനസ് ഇനി
ഹയർ റേറ്റിലെ NPV എത്രയാണെന്ന് നോക്കിയാൽ നമ്മുടെ ഹയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 10%. നമ്മൾ ബാക്കിലേക്ക് പോവുക. 10%-ൽ ഇതാണ് നമ്മുടെ 10%. ഈ 10% നമുക്ക് കിട്ടിയ NPV എന്ന് പറയുന്നത് എത്രയാണ്? -554. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ -554 ഇവിടെ എഴുതുന്നു. ക്ലിയർ ആയല്ലോ? ഇൻടു D മീൻസ് ഡിഫറൻസ്, ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. അപ്പൊ 10 - 7 നമ്മൾ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്യണം. 10 - 7 3. ഇനി എന്ത് ചെയ്യുക? ഈ ഡിവിഷൻ സോൾവ് ചെയ്യുക. 128 ഡിവൈഡഡ് ബൈ 128 മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ 128 പ്ലസ് 554. അപ്പൊ നമ്മൾ ഈ 128 ഡിവൈഡഡ് ബൈ 128 പ്ലസ് 554 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.18768. ചെയ്ത് നോക്കുക. എത്ര ഫാസ്റ്റ് ആയിട്ട് പോവാണ്. 0.18768. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 എവിടെ നിന്ന് കിട്ടി? ഈ ഡിഫറൻസ് ആണ് 3. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 0.563. അപ്പൊ 7 പ്ലസ് 0.563. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7.56%. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ 7-നും 10-നും ഇടയ്ക്കല്ലേ ഈ 7.56 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ റേറ്റ് അല്ലെങ്കിൽ IRR എന്ന് പറയുന്നത് പ്രോജക്റ്റ് എയുടേത് എത്രയായിരിക്കും? 7.56% ആയിരിക്കും. അപ്പൊ 2 പ്രൊജക്ട് ഉണ്ടെങ്കിൽ രണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം? ഈ പോസിറ്റീവ് നെഗറ്റീവ് ഫിഗറും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രൊജക്ട് എയുടേത് നമ്മൾ കണ്ടുപിടിച്ചു. അത് 7.56% ആണ്. ഇനി നമുക്കിനി അടുത്തത് പ്രൊജക്ട് ബിയിലേക്ക് നമ്മൾ വരുവാണ്. പ്രൊജക്ട് എയുടെ തീർന്നു, പ്രൊജക്ട് ബിയിൽ. അപ്പൊ നോക്കിക്കോളൂ, പ്രൊജക്ട് ബിക്ക് ഇപ്പം പോസിറ്റീവ് ഫിഗർ ആണ് ഉള്ളത്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നെഗറ്റീവ് ഫിഗർ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കൊരു നെഗറ്റീവ് ഫിഗർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞു, നമ്മൾ പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഒന്നിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹയർ റേറ്റ് നമ്മൾ ട്രൈ ചെയ്യണം. അതായത് നമുക്ക് 10%-ൽ വാല്യൂ ബിയുടെ കിട്ടിയിട്ടുണ്ട്. ഏതാണ്? ഒരു പോസിറ്റീവ് ഫിഗർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഫിഗർ കിട്ടാൻ നമ്മൾ ഇതിന്റെ മുമ്പോട്ട് പോകണം. അതായത് ഒരു ഹയർ റേറ്റ് നമ്മൾ പരീക്ഷിക്കണം. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ 5745 എന്ന് പറഞ്ഞൊരു വലിയ നമ്പറാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഈ 5745 ആദ്യം 0-ൽ വരണം. 0-ൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നീട് നെഗറ്റീവായി മാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ മുമ്പേ എടുത്ത പോലെ 2% അല്ലെങ്കിൽ ഒരു 1% ഒന്നും ചുമ്മാ എടുത്താൽ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മളൊരു ഹയർ റേറ്റ് ആണ് നമ്മൾ പരീക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം 15%-ലേക്ക് ട്രൈ ചെയ്യുവാണ് കേട്ടോ. നമ്മളൊരു 15%-ലേക്ക് ട്രൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂ ടേബിളിൽ 15%-ന്റെ ഫസ്റ്റ് ഇയർ വാല്യൂ നോക്കണം. അത് 0.870 ആയിരിക്കും. സെക്കൻഡ് ഇയറിലേത് 0.756 ആയിരിക്കും. തേർഡ് ഇയറിലേത് 0.650 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത് നിങ്ങളുടെ ടേബിൾ വാല്യൂസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻഫ്ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.870 ഇൻറ്റു 10,000 8,700, 0.756 ഇൻറ്റു 15,000 11,340, 0.650 ഇൻറ്റു 15,000 gives you 9,750. എന്നിട്ട് എന്ത് ചെയ്യുന്നു? We are adding up these inflows. So total of the inflow is 29,790. Thus the initial investment 27,000. അപ്പൊ നമ്മുടെ 5,000 എന്തായിട്ട് കുറഞ്ഞു? 2,790 വരെയേ കുറഞ്ഞുള്ളൂ. പക്ഷേ ഇത് വീണ്ടും എന്താണ്? ഒരു പോസിറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു ഹയർ റേറ്റ് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു 20% വെച്ച് നോക്കാം. അപ്പൊ വീണ്ടും നോക്കിക്കോളൂ, നമ്മൾ 15 മാറി 20% വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ വീണ്ടും പ്രസന്റ് വാല്യൂ ടേബിളിൽ 20%-ന്റെ ഫസ്റ്റ് ഇയർ വാല്യൂ എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും 0.833. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ ഇപ്പൊ അധികം സമയമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു പോവാണ്. അത് നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ് ഒന്നും കൂടെ എടുത്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, 20%-ന്റെ സെക്കൻഡ് ഇയർ വാല്യൂ 0.694 ആയിരിക്കും. തേർഡ് ഇയർ വാല്യൂ 0.579 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അത് 0.833 ഇൻറ്റു 10,000 8,330, 0.694 ഇൻറ്റു 15,000 10,410, 0.579 ഇൻറ്റു 15,000 8,685. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ ഇൻഫ്ലോസ് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 27,425. സോ ലെറ്റ് our outflows will give you 27,000. അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 425. വീണ്ടും അതൊരു പോസിറ്റീവ് ഫിഗർ ആണ്.
അപ്പൊ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് മുമ്പ് നിൽക്കുന്നത് പോസിറ്റീവ് ആണ്, നമുക്ക് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അടുത്തെത്തി എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? 425 വരെ എത്തി. അപ്പൊ നമുക്ക് ഇനി വളരെ അടുത്താണ് നമ്മളുടെ വാല്യൂ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 21 കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ നോക്കിക്കോളൂ, 21% ഫസ്റ്റ് ഇയർ വാല്യൂ 0.826 ആണ്, സെക്കൻഡ് ഇയറിൽ 0.683 ആണ്, തേർഡ് ഇയറിൽ 0.564 ആണ്. ഇതെല്ലാം ടേബിൾ വാല്യൂ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് 8,260, 10,245, 8,460. അത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 26,965. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഔട്ട്ഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -35 കിട്ടി. നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റേഞ്ച് എത്രയായിരിക്കും? 10നും 21നും ഇടയ്ക്കുള്ള ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ IRR എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്കത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ IRR ഈസ് ഈക്വൽ ടു, നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാണ്, ലോവർ റേറ്റ് പ്ലസ് NPV of the lower rate divided by NPV of the lower rate minus NPV at the higher rate into D. അത് നമ്മുടെ റേഞ്ച് എത്രയാണ്? 10 തൊട്ട് 21 വരെ ഉള്ളതാണ് നമ്മുടെ റേഞ്ച്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് 10. ഇനി ലോവർ റേറ്റിന്റെ NPV എത്രയാണ് നോക്കിയേ. ഏറ്റവും ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതിന്റെ ലോവർ റേറ്റിന്റെ NPV എന്ന് പറയുന്നത് 5,745 ആണ് കേട്ടോ. 5,745. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത് 5,745 ഡിവൈഡഡ് ബൈ NPV at the lower rate എന്ന് പറഞ്ഞാൽ 5,745 മൈനസ് ഇനി ഹയർ റേറ്റിന്റെ NPV. അപ്പൊ നമ്മുടെ ഹയർ റേറ്റ് 21 ആണ്, അതിന്റെ എത്രയാണ്? -35. അത് നമ്മൾ എഴുതുന്നു -35 ഇൻടു അവർ ഡിഫറൻസ് 21 - 10. നമ്മൾ ആദ്യം 21 - 10 ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 11. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5,745 ഡിവൈഡഡ് ബൈ 5,745 പ്ലസ് 35. അപ്പൊ നമുക്ക് എന്താ 5,780 എന്ന് കിട്ടും. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.9938. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 0.9938നെ ഈ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 10.93. അപ്പൊ 10 plus 10.93 will give you 20.93. അപ്പം നമ്മളുടെ ഒരു IRR എന്ന് പറയുന്നത് എത്രയാണ്? 20.93 ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. നോക്കിയേ എത്രമാത്രം ട്രയലാണ് നമ്മളിവിടെ നടത്തിയത്. അപ്പൊ ഇങ്ങനെ ട്രയൽ ചെയ്താണ് നമ്മൾ ഒന്നിനെ പോസിറ്റീവും ഒന്നിനെ നെഗറ്റീവ് ആക്കി അതിന്റെ റേഞ്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവസാനം എന്ത് കണ്ടുപിടിക്കുന്നത്? IRR കണ്ടുപിടിക്കും. അപ്പൊ IRRന്റെ കാൽക്കുലേഷൻസ് എല്ലാം തീർന്നു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് നോക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ IRR മെത്തേഡും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് IRR മെത്തേഡിന്റെ കാൽക്കുലേഷൻസ്. ഒന്നുകൂടെ മനസ്സിരുത്തി ഒന്ന് നോക്കുക. ഇതിന്റെ റെക്കോർഡഡ് ആണിത്. അപ്പൊ ഇത് റെക്കോർഡഡ് ആയിട്ടുള്ളതും കൂടെ ഞാൻ ഒന്നും കൂടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സംശയമുള്ളവർ വീണ്ടും ഒന്നും കൂടെ കണ്ടു നോക്കുക. ഇതിന്റെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആണ്. അത് വീഡിയോ ആയിരിക്കും. ആ വീഡിയോ നാളെ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് കിട്ടും. അപ്പൊ അതും കൂടെ കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സമയം ഓൾറെഡി 12:30 ആവുന്നു. അപ്പൊ നിങ്ങൾ ഇതൊന്നും കൂടെ നോക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ചോദിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.